ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഭാരതാംബ വിവാദത്തിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. താൻ ആരുടെയും ആദർശത്തെ എതിർക്കുന്നില്ലെന്നും അതേസമയം തനിക്ക് തൻ്റേതായ വിശ്വാസങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SFI KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഗവർണറുടെ പ്രസ്താവന. വാർത്തകൾ വിശദമായി. വിവാദമായ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവന് പുറത്തെ വേദിയിലും അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പേരിൽ ശ്രീ പത്മനാഭസ്വാമി സമിതി കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ചിത്രം സ്ഥാപിച്ചത്. മതചിഹ്നമെന്ന് ആരോപിച്ച് രജിസ്ട്രാർ പരിപാടിക്ക് അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിഷേധം ഭാവിക്കാതെ ഗവർണർ പരിപാടിക്കെത്തി. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കെതിരെ SFIയുടെ ബാനർ മിസ്റ്റർ ഗവർണർ ഭാരതാംബയും കാവി കോണകവും ഹെഡ് ഗവർണറും ശാഖയിൽ മതി ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് എഴുതിയ ബാനറാണ് കാര്യവട്ടം കാമ്പസിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ പരിപാടിയിൽ RSSന്റെ കാവി പതാകയേന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഗവർണർ എതിർപ്പ് അറിയിക്കാൻ മുഖ്യമന്ത്രി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തു. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ അറിയിക്കും. ഭരണഘടന അട്ടിമറിച്ച് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് 50ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന വകുപ്പ് പരിപാടികളുമായി BJP. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. വടക്കൻ പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിനും വടക്ക് ആന്ധ്രാപ്രദേശിൻ്റെയും തെക്കൻ ഒഡീഷ തീരത്തിന് മുകളിലുമായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിൽ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കനത്ത മഴയും കാറ്റും തുടർന്ന സാഹചര്യത്തിൽ ഇടുക്കി, തൃശൂർ, വയനാട് ജില്ലകളുടെയും എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. 133 അടിയാണ് ഏറ്റവും കൂടുതൽ ലഭിച്ച ജലനിരപ്പ്. അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ എത്തിയാൽ സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് ഒഴുകുമെന്ന് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ കനത്ത മഴ തുടർന്നാൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ്. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശവും നൽകിയിട്ടുമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്ത് ഈ മാസം 27 MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യും. 27 വൈകിട്ട് 3:30 നിയമസഭയിൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ. നിയമസഭാ സ്പീക്കർ AN ഷംസീറിന് മുന്നിലാണ് ഷൗക്കത്ത് നിലമ്പൂർ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുക. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ. നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയത്. ജമാഅത്തി ഇസ്ലാമി വർഗീയ കാർഡ് ഇറക്കി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നു. BJP വോട്ടുകളും കോൺഗ്രസിലേക്ക് പോയി. CPM അനുഭാവി വോട്ടുകളിൽ ഒരു ഭാഗം അൻവറിന് ലഭിച്ചിരിക്കാം. എന്നാൽ ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അൻവറിന്റെ കാര്യത്തിൽ കണക്കൂട്ടൽ തെറ്റിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. PV അൻവർ 5000 വോട്ട് നേടുമെന്നായിരുന്നു കണക്കൂട്ടലെന്നും അതിനപ്പുറം പിടിച്ചാൽ മുന്നണിക്ക് കിട്ടേണ്ട ചില വോട്ടുകൾ കൂടി നഷ്ടമായിട്ടുണ്ടെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. MV ഗോവിന്ദൻ വിശദീകരിച്ചത് അൻവറിനെ നേരിടുന്ന കാര്യത്തിൽ വേണ്ടത്ര പ്രചരണമുണ്ടായെന്നത് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പാർട്ടി വോട്ടുകൾ നന്നായി ചോർന്നിട്ടുണ്ടെന്നും വസ്തുനിഷ്ഠമായ പരിശോധനയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ചില നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. മലപ്പുറം KSRTC ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിൽ ഒരുങ്ങി. 1ാം ഘട്ട പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 4-ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിക്കും. P ഉബൈദുള്ള MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ധനസഹായം നിഷേധിക്കുന്നതിനെതിരെ കേരള നിയമ പോരാട്ടത്തിലേക്ക് പദ്ധതിയിൽ ചേരില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. വിദ്യാർത്ഥി സംഘടനകളുമായി തിരുവനന്തപുരത്ത് ഇന്നലെ നടത്തിയ ചർച്ചയിൽ നിന്ന് BJPയുടെ വിദ്യാർത്ഥി സംഘടനയായ ABVP നേതാക്കൾ ഇറങ്ങിപ്പോയി. SFIയും KSUവും MSFും അടക്കമുള്ള സംഘടനകൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പിന്തുണ അറിയിച്ചു. രാജ്യം നടുങ്ങിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് അവശിഷ്ടങ്ങൾ പുഴയിൽ നിന്ന് നീക്കാനുള്ള പദ്ധതിക്ക് ഭരണാനുമതി. മുണ്ടക്കൈ ചുഴൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ അവശിഷ്ടങ്ങൾ പുന്നപ്പുഴയിൽ നിന്ന് നീക്കാനുള്ള പദ്ധതിക്കാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം ഭരണാനുമതി നൽകിയത്. 195.5 കോടി രൂപയുടെയാണ് കരാർ. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ശശി തരൂരിന്റെ നടപടിയിൽ രൂക്ഷ പ്രതികരണമായി AC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർട്ടി ലൈൻ മറികടക്കുന്നുവെന്ന് ഓരോ നേതാവും ആത്മപരിശോധന നടത്തണമെന്നും പറയുന്ന കാര്യങ്ങളിൽ അവനവന് ബോധ്യമുണ്ടാകണമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. ദൈവങ്ങളുടെ പേര് സിനിമയ്ക്ക് കൊടുക്കണമെന്ന് പറയാൻ ഇവിടെ ഭരിക്കുന്ന താലിബാൻ അല്ലെന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ സംവിധായകൻ പ്രവീൺ നാരായൺ. ദൈവങ്ങളുടെ പേര് ഒഴിവാക്കിയാൽ പിന്നെന്താ പേരുള്ളതെന്നും ദൈവങ്ങളുടെ പേര് സിനിമയിൽ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഫാസ്റ്റ് നിലപാടെന്നും പ്രവീൺ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 34 കേസുകളുടെ അന്വേഷണം അവസാനിപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. പാലക്കാട് നാട്ടുകല്ലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സ്കൂളിൽ പ്രതിഷേധം. പാലക്കാട് ശ്രീകൃഷ്ണപുരം
സെന്റ് ഡൊമിനിക് സ്കൂളിലാണ് പ്രതിഷേധം നടന്നത്. സ്കൂൾ മാനേജ്മെന്റ് വിളിച്ച യോഗത്തിലും രക്ഷിതാക്കളുടെ പ്രതിഷേധം ഉണ്ടായി. പാലക്കാട് നാട്ടുകളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മീയ സംഭവത്തിൽ ആരോപണവിധേയരായ 3 അധ്യാപകരെയും പുറത്താക്കിയെന്ന് സ്കൂൾ മാനേജ്മെന്റ്. സംഭവത്തിൽ പോലീസ് നിയമ നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി പ്രതിഷേധക്കാർ അറിയിച്ചു. നിലമ്പൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരു മരണം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബില്ലിയാണ് മരിച്ചത്. പുഴയിൽ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയരുകയും അതിശക്തമായ ഒഴുക്കുമായതിനുമാണ് പോലീസ് നടത്താൻ സാധിച്ചിട്ടില്ല. മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മരിച്ച ബില്ലിക്ക് 41 വയസ്സെന്നാണ് വിവരം. കൂൺ പറിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് പ്രാഥമിക വിവരം. രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസറുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് ലഭിച്ചു. ദില്ലിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പാവിത്ര മാർഗ്രറ്റിൽ നിന്ന് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ കെ അരുൺമോഹൻ IAS ഏറ്റുവാങ്ങി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഹംഗറിയിലേക്ക് മാറ്റും. എയർ ഇന്ത്യയുടെ ഹംഗറിയിലേക്കാവും അമേരിക്കൻ നിർമ്മിത F-35 മാറ്റുക. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് പ്രത്യേക സംഘം UK നിന്ന് എത്തിയാലുടൻ വിമാനം ഹംഗറിയിലേക്ക് മാറ്റുമെന്ന് ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ വക്താവ് അറിയിച്ചു. ഹിമാചൽ പ്രദേശിൽ ഒന്നധികം മേഘ വിസ്ഫോടനം. മലവെള്ളപ്പാച്ചിനെ തുടർന്ന് നദികൾ കവിഞ്ഞൊഴുകിയെന്നാണ് റിപ്പോർട്ടുകൾ. കുളു ജില്ലയിലെ ഒഴുക്കിൽപ്പെട്ട 3 പേരെ കാണാതെ. മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളും സ്കൂൾ കെട്ടിടങ്ങളും റോഡുകളും പാലമടക്കം തകർന്നു. കുളുവിൽ കാറുകളും ട്രക്കുകളും ഒഴുക്കിൽപ്പെട്ടു. കുളുവിലെ ജീവൻ നള്ള, രഹ്ള, ബിഹാൽ, ഷിലഗർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മേഘ വിസ്ഫോടനം ഉണ്ടായത്. ശശി തരൂരിനെതിരെ നിലപാട് കടുപ്പിച്ചും പരിഹസിച്ചും കോൺഗ്രസ് ഹൈക്കമാൻഡ്. തരൂരിന്റെ ഇംഗ്ലീഷ് തനിക്ക് മനസ്സിലാത്തതുകൊണ്ടാണ് മോദി സ്തുതിയുടെ ലേഖനം വായിച്ചതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പരിഹസിച്ചു. 2019 നടന്ന ബാലാക്കോട്ട് ബോംബാക്രമണത്തിലെ ഇന്ത്യൻ വിംഗ് കമാൻഡ് അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ പാക് സൈനിക ഉദ്യോഗസ്ഥനായ മേജർ മോയിസ് അബ്ബാസ് ഷാ പാകിസ്ഥാൻ താലിബാൻ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന അമർനാഥ് തീർത്ഥയാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി കാശ്മീർ പോലീസ്. അമേരിക്കയുമായും ഇന്ത്യയുമായും സംഘർഷമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പണിപ്പുരയിലാണെന്ന് പാകിസ്ഥാനിന്ന് റിപ്പോർട്ടുകൾ. ചൈനയുടെ സഹായത്തിൽ അമേരിക്കയിൽ വരെ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ രഹസ്യമായി വികസിപ്പിക്കുമെന്നാണ് US രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ. മോസ്കോ വിമാനത്താവളത്തിൽ ഗർഭിണിയായ അമ്മ പുഷ്-ചെയർ എടുക്കുന്നതിനിടെ 1.5 വയസ്സ് മാത്രമുള്ള കുട്ടിയെ നിലത്തടിച്ച് കൊല്ലാൻ ശ്രമിച്ചു വിനോദസഞ്ചാരി. മോസ്കോയിലെ ഷെറേമെറ്റീരിയോ അന്താരാഷ്ട്ര വിമാനത്തിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. അടിയുടെ ആഘാതത്തിൽ കുട്ടിയുടെ തലവെട്ടി തകരുകയും നട്ടലിന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചികിത്സയുള്ള കുട്ടി കോമാവസ്ഥയിലാണ്. യുദ്ധഭീഷണിയിലായ ഇറാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി റഷ്യയിലെത്തിയതായിരുന്നു കുട്ടിയും ഗർഭിണിയായ അമ്മയും. ബെലാറസിൽ നിന്നുള്ള 30 വയസ്സുള്ള വ്ളാഡിമിർ വിറ്റ്കോവ് എന്ന വിനോദസഞ്ചാരിയാണ് നിരവധി ആളുകൾ നോക്കി നിൽക്കെ അതിക്രൂരമായ ആക്രമണം നടത്തിയത്. വർഗീയ വിദ്വേഷവും ലഹരി പ്രയോഗവും ആണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നാണ് വിമാനത്താവള അധികൃതർ വിശദമാക്കുന്നത്. US ആക്രമണത്തിന്റെ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച് സ്ഥിരീകരിച്ച് ഇറാന്റെ വിദേശ വക്താവ് ഇസ്മായിൽ ഖഗേയി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.